Welcome to Homemade. ഹലോ വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കപ്പുഴുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എല്ലാവർക്കും ഒക്കെ അറിയാവുന്ന റെസിപ്പിയാണ് ചക്കപ്പുഴുക്ക്. എങ്കിലും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ മലയാളികൾക്ക് ചക്കപ്പുഴുക്കും കുറച്ച് മീൻകറിയും പിന്നെ കട്ടൻ ചായ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. നല്ല ടേസ്റ്റാണ് ഈ കോമ്പിനേഷൻ. അപ്പോൾ ഈസിയാണ് ഇതുണ്ടാക്കാനായിട്ട്. ചക്ക ഒന്ന് ക്ലീൻ ചെയ്തെടുക്കേണ്ട പാട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് ചക്ക ക്ലീൻ ചെയ്തെടുക്കണം. അതൊന്നും ഞാൻ കാണിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അറിയാം. ഇതുപോലെ ചക്കയുടെ ചുള മാത്രമായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ഞാൻ നല്ല വിളഞ്ഞ ചക്കയാണ് എടുത്തിരിക്കുന്നത്. വിളഞ്ഞ ചക്ക നല്ല മൂത്ത് പഴുക്കാറായ ചക്കയാണ് എപ്പോഴും ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാൻ നല്ലത്. അത് ഇതേപോലെ ഒരു മീഡിയം സൈസ് വലിപ്പത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ 1/2 കിലോ ചക്കയാണ് എടുത്തിരിക്കുന്നത്. ചക്കയുടെ ചുള മാത്രമായിട്ട് 500 ഗ്രാം ഉണ്ട്. അപ്പോൾ ഞാനിത് കുക്കറിലാണ് വേവിക്കാൻ പോകുന്നത്. പെട്ടെന്ന് വേകും കുക്കറിലാവുമ്പോൾ. മറ്റേത് കുറച്ചുകൂടെ ടൈം എടുക്കും. ഒരു ഉരുളിയിലൊക്കെ വേവിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടൈം എടുക്കും. ഉരുളിയിൽ വേണമെങ്കിൽ വേവിക്കാം കേട്ടോ. ഇതൊരു 10-12 ചക്കക്കുരു ഉണ്ട്. അതും ഇതുപോലെ ഒരു 4 നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഒത്തിരി ചക്കക്കുരു ചേർക്കാൻ താല്പര്യമുള്ളവരാണ് കൂടുതൽ ചേർക്കാം. എനിക്ക് ഒത്തിരി കുരു ചേർക്കുന്നതിനോട് താല്പര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചേർത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം വേണം. ഇനി ഇത് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് പോരാന്നുണ്ടെങ്കിൽ പിന്നീട് വെള്ളം ചേർക്കാം. ഇപ്പോൾ തൽക്കാലം ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചക്ക എപ്പോഴും പുഴുക്കിന് വേണ്ടിയിട്ട് എടുക്കുമ്പോൾ ചെറിയ മധുരം വന്ന് തുടങ്ങുന്ന മൂത്ത വിളഞ്ഞ ചക്ക നോക്കിയെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 2 വിസിൽ കേൾക്കുന്നവരെ ഇതങ്ങ് വേവിക്കാം. ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെയാണ് വേവിക്കുന്നത്. കൂടുതൽ നേരം വേവിക്കരുത്, അപ്പോൾ അത് ഒത്തിരി അങ്ങ് കുഴഞ്ഞു പോവും. ഇനി നമുക്ക് ആ സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 10-12 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. 5-6 വെളുത്തുള്ളി എടുക്കാം. കുറച്ച് കറിവേപ്പില എടുക്കാം. 1 ടീസ്പൂൺ നല്ല ജീരകം എടുത്തിട്ടുണ്ട്. 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഉള്ളിയും വെളുത്തുള്ളിയും വലുതായതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്തിരിക്കുന്നത്. ചെറിയതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എണ്ണം കൂട്ടാവുന്നതേ ഉള്ളൂ കുറച്ചുകൂടെ. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുക. മിക്സിയിൽ ചതച്ചാലും മതിയാവും, ഒത്തിരി അരഞ്ഞു പോകരുത്. ഇനി നമ്മുടെ കുക്കറിൽ 2 വിസിലൊക്കെ വന്നു കഴിഞ്ഞു. ഞാൻ അതിൻ്റെ ആവി പോയതിന് ശേഷം തുറക്കുവാണ്. ചക്കയൊക്കെ 2 വിസിൽ വരുമ്പോൾ തന്നെ നല്ല പാകത്തിന് വെന്തിട്ടുണ്ടാവും. മിക്കവാറും എല്ലാ ചക്കകളും ഒരു 2 വിസിലോടെ വേകാനാണ് സാധ്യത. പിന്നെ ചില ചക്കകളുടെ പ്രത്യേകത കൊണ്ട് ചിലപ്പോൾ വേവിന് ചെറിയ വ്യത്യാസമൊക്കെ വരാം. അപ്പം ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് അരപ്പിട്ട് കൊടുക്കണം. നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വെള്ളം അതിനകത്ത് എല്ലാം വറ്റിയിട്ടുണ്ടെങ്കിൽ മാത്രം ചെറിയ ചൂടുവെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അത് ഒരു 1/2 കപ്പൊക്കെ ഒഴിച്ചാൽ മതിയാവും. അതിൽ ഒന്ന് കുഴഞ്ഞിരിക്കാൻ വേണ്ടിയാണ്, ഇതെല്ലാം ഒന്ന് പിടിക്കാനും വേണ്ടി കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അത് അളവൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. ഇതിനകത്ത് ഒരു 1/2 കപ്പ് വെള്ളമാണ് എനിക്ക് കുറവായിട്ട് തോന്നിയത്, അതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്തതിന് ശേഷം നമുക്ക് പോരാത്ത ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെയൊക്കെ ചേർത്ത് കൊടുക്കാം. അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് വേവിക്കണം. ഇങ്ങനെ തന്നെ വെച്ച് അപ്പോൾ നന്നായിട്ട് അരപ്പും ചക്കയെല്ലാം കൂടെ നന്നായിട്ട് പിടിച്ച് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ തീയിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വേവിച്ച് കൊടുക്കുക. 2 മിനിറ്റ് വെച്ചാൽ മതി. 2-3 മിനിറ്റിനകം അത് നന്നായിട്ട് മിക്സായി കിട്ടും. അരപ്പിൻ്റെ പച്ച ചവയൊന്ന് മാറിക്കിട്ടും. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. നമ്മൾ അരപ്പിനകത്തും കറിവേപ്പില ചേർത്തിട്ടുണ്ട്, എങ്കിലും അവസാനം നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില നമ്മൾ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 2-3 ടീസ്പൂണോളം
പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. ആ വെളിച്ചെണ്ണയും വേപ്പിലയും കൂടി ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു മണമൊക്കെ വരും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അവസാനമായിട്ട് വേണം നമ്മൾ ഈ നല്ല വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ആ വെളിച്ചെണ്ണയുടെ ടേസ്റ്റൊക്കെ എല്ലായിടത്തും വരുന്ന രീതിയിൽ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം അധിക നേരം ചൂടാക്കരുത്, അപ്പോൾ ആ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. ചക്ക ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കും, അത് മാത്രമേ ഉള്ളൂ ബുദ്ധിമുട്ട്. ബാക്കി ഇത് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്, എന്നാൽ നല്ല അടിപൊളി സാധനമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ പുതിയ റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്